ജോലിഭാരം അടിച്ചേൽപ്പിച്ച് സർക്കാർ. പ്രധാന തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന് തുടക്കം. ജീവനക്കാരുടെ സംഘടനാ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടും ഉദ്യോഗസ്ഥക്ഷാമം പരിഹരിക്കാൻ നടപടിയില്ല. എക്സൈസിന്റെ ദുരവസ്ഥ സംബന്ധിച്ച വാർത്ത നേരത്തെ ജനം TV പുറത്തുവിട്ടിരുന്നു. ജനം ഫോളോ അപ്പ്. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വലിയ രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗവും വ്യാജമദ്യ നിർമ്മാണവും സ്പിരിറ്റ് കടത്തലും കള്ളിൽ മായം ചേർക്കലും നടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചിരിക്കുന്നത്. റേഞ്ച്, സർക്കിൾ, സ്ക്വാഡ് ഓഫീസുകളിൽ എല്ലാ ഉദ്യോഗസ്ഥരെയും 2 ടീമുകളായി തിരിച്ച സ്പെഷ്യൽ ഡ്രൈവ് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ, സർക്കിൾ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് സ്ട്രൈക്കിംഗ് ഫോഴ്സ്, സ്ക്വാഡുകൾ, വാഹന പരിശോധന, പെട്രോളിംഗ് തുടങ്ങി വ്യാപക നടപടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും നടപ്പിലാക്കാനും മേൽനോട്ടം വഹിക്കാനും ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ സംസ്ഥാന എക്സൈസ് വകുപ്പിൽ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലുള്ള കുറവ് എക്സൈസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന സാഹചര്യം ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകാത്തതടക്കമുള്ള സാഹചര്യം ഉദ്യോഗസ്ഥരുടെ സംഘടനയായ എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സർക്കാരിന്റെ ശ്രദ്ധയിലും പെടുത്തി. മാസം 1 കഴിഞ്ഞിട്ടും സർക്കാർ പക്ഷേ നടപടിയൊന്നും എടുത്തിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ അവധിയെടുക്കുന്നതിൽ വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. ഈ ഉത്തരവിൽ ചുമതലകൾ നൽകിയിട്ടുള്ള പല തസ്തികകളിലും ആളില്ലെന്നതാണ് യാഥാർത്ഥ്യം. 9 ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരുടെയും 5 അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരുടെയും ഒഴിവ് സംസ്ഥാനത്തുണ്ട്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ 13, എക്സൈസ് ഇൻസ്പെക്ടർമാർ 31, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ 4 എന്നിങ്ങനെയാണ് ഒഴിവുള്ള തസ്തികകൾ. സ്ഥാനക്കയറ്റം കൃത്യമായി നൽകിയാൽ 340ഓളം ഉദ്യോഗസ്ഥർക്കാണ് അത് ഗുണകരമാക്കുക. ഒഴിവുകൾ നികത്താത്ത സാഹചര്യം വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്നതായി ജീവനക്കാരുടെ സംഘടന ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാരിന് കുലുക്കമില്ലെന്നതാണ് ശ്രദ്ധേയം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.